കുടിയൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ടത്തെ കാലത്തുള്ളത്? അതായത് ഈ ജാതിയിൽ ഉയർന്നവൻ നടന്നു വരുന്ന വഴിയിൽ അവരുടെ മുഖാമുഖം അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽ പോലും ഈ പറയുന്ന അടിയാളൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന കോരന്മാരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ വരാൻ പാടില്ല. ദൃഷ്ടിയിൽ പെടുന്നതിന് മുൻപ് തന്നെ ഓടി ഒളിച്ചോണം. അവർക്ക് ആ വഴിയിൽ കൂടി ജന്മിമാർ പോകുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല, അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയാണ് ഈ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചതും അയാൾ നിലകൊണ്ടതും. അപ്പൊ അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിനെ വില്ലുവണ്ടി സമരം എന്നാണ് അറിയപ്പെടുന്നത്. അത് തന്നെയാണ് വേടന്റെ ഒരു കവിതയിൽ വേടൻ പറയുന്നുണ്ട്. ഈ വില്ലുവണ്ടി ഏറി ഒരാൾ വരുന്നു തലപ്പാവിനെന്ത് തിളക്കം എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഒരു കവിത ആലപിക്കുന്നുണ്ട്. അത് ഇന്നും വേടൻ ആ പോയ സമയത്ത് അതിനെപ്പറ്റി വേടൻ വീണ്ടും ആ കവിതയിൽ ആലപിക്കുന്നുണ്ട്. അപ്പം ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. വേടൻ ഈ പറയുന്ന സനാതന ധർമ്മത്തിന്റെ അടിമകളായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അയ്യങ്കാളിയുടെ ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ